everyone, it's me Savitha Charles from Poothirans. നമ്മൾ ഇന്ന് കാണുന്നത് കലങ്കാരി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമ്മൾ ഒരു ഫസ്റ്റ് ബാച്ച് വന്നിരുന്നു, ഒരു 4 വീഡിയോ 5 വീഡിയോ ആയിട്ടാണ് ചെയ്തിരുന്നത്. അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. ഒത്തിരി പേര് അത് റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യണത് ഞാൻ കണ്ടു. ഒത്തിരി സന്തോഷം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തതിൽ. അപ്പോൾ ഞാനതിൻ്റെ റീസണൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് പ്രൊക്യൂർ ചെയ്തിരുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചാണ് കലങ്കാരി ഫാബ്രിക്കിൽ തന്നെ. നമ്മളുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവററ്റ് ആണെന്ന് എനിക്കറിയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാബ്രിക് തന്നെയാണ് കലങ്കാരി. നമ്മൾ വെയർ ചെയ്യാനൊക്കെ ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സമ്മർ സീസണിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള നല്ല ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഈ കലങ്കാരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടു തുടങ്ങാം. ഏകദേശം ഒരു 5-8 ഡിസൈൻസ് ആണ് നമ്മളിന്ന് കാണുന്നത്. ഇതെല്ലാം വന്നിരിക്കുന്നത് 159 ആദ്യത്തെ പ്രൈസിൽ തന്നെയാണ്. 159 രൂപ പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഒത്തിരി പേര് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കാണാനുണ്ട്. എവിടെയാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ, അതുപോലെ തന്നെ നമുക്കിത് മീറ്റർ വൈസ് കിട്ടുമോ. ആക്ച്വലി നമ്മൾ ഹോൾസെയിലേഴ്സ് അല്ല, നമ്മൾ റീറ്റെയിലേഴ്സ് തന്നെയാണ്. മിനിമം ക്വാണ്ടിറ്റി എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. നമുക്കങ്ങനെ മിനിമം ക്വാണ്ടിറ്റി ഇല്ല. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അത്രയും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ്. നമ്മൾ പറയുന്നത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 1/2 മീറ്റർ വേണമെങ്കിൽ 1/2 മീറ്റർ ആയിട്ട് നമ്മളിത് കട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു മിനിമം ക്വാണ്ടിറ്റി ഇല്ല. ഹോൾസെയിലേഴ്സ് അല്ല, റീറ്റെയിലേഴ്സ് തന്നെയാണ്. നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഹോൾസെയിലേഴ്സ് അല്ല. അപ്പോൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തുകൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്. നിങ്ങൾ തന്നെ പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് നമ്മുടെ പ്രൊഡക്റ്റിന് എന്നുള്ളത്. അതാണ് ഞാൻ എൻ്റെ റീസൺ പറയാനുള്ള കാരണം. മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മളിത് പ്രൊക്യൂർ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് നോർമലി നമ്മുടെ കാംബ്രിക് കോട്ടനൊക്കെ നിങ്ങൾ കണ്ടതാണ്. എല്ലാം തന്നെ വളരെ റീസണബിൾ ആയിട്ടാണ് നമ്മളിതെല്ലാം സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കമൻറ്റ് ചെയ്തതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കലങ്കാരി ഫാബ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു പരിപരുത്ത കോട്ടൺ ആണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓൾ ടൈം ആയിട്ടുള്ളൊരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു, അല്ലാതെ ഒരു ഫാഷൻ പോകുന്നതോ ട്രെൻഡ് മാറുന്നതോ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അപ്പം നമുക്ക് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീനിൻ്റെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു ചെറുപയർ പച്ചയുടെയൊക്കെ തന്നെ ഒരു ലൈറ്റ് ടോണിലാണ് പോയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് തന്നെ ഒരു യെല്ലോയും ബ്ലൂവും കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ക്ലോസ് ചെയ്യൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പ്രിൻ്റ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വരുന്നതാണ് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. പ്രൈസ് വന്നിരിക്കുന്നത് 159 പെർ മീറ്ററിലാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ലീഫിൻ്റെ പ്രിൻ്റാണ്. ഒരു ലൈറ്റ് കോഫി ബ്രൗൺ കളറിലാണ് ഈ ഒരു ലീഫിൻ്റെ പ്രിൻ്റ് പോയിരിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മൾ വീഡിയോ എടുക്കുന്നത് മൊബൈലിലാണ്. ഒരു 10 to 15 ഞാനത് അഡ്വാൻസ് ചെയ്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളത്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി പറയുകയാണ്. കുറച്ചൊരു കളർ വേരിയേഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കോഫി ബ്രൗൺ കളറിലാണ്. നല്ല ഭംഗിയുള്ള ലീഫ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് മനസ്സിലാകുന്നതാണ്. 159 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ്. ചെറുപയർ പച്ച എന്ന് ഞാൻ പറയുന്നില്ലേ, ആ ഒരു ഷെയ്ഡിൽ തന്നെ. പക്ഷെ ആദ്യം കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. ആദ്യം കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കളറാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. 159 പെർ മീറ്റർ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നതും ഗ്രീനും യെല്ലോയും കൂടെ വന്നിട്ടുള്ളതാണ്. ലീഫ് തന്നെയാണ് ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ്. പക്ഷേ ലീഫിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ നോർമലി കാണുന്ന ലീഫല്ല, കുറച്ചും കൂടി ചേഞ്ച് ആയിട്ടുള്ളൊരു ലീഫ് പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ തുണിക്ക് എന്താ പറയുന്നത്, 2
രണ്ട് ഭാഗമുണ്ട്, എല്ലാ തുണികൾക്കും ഉണ്ട്. അപ്പം നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഉള്ളുഭാഗമാണ് ആദ്യം കാണുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കളർ ചേഞ്ച് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം വന്നിരിക്കുന്നത്. ക്ലോസ് സീൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ പ്രിന്റ് മനസ്സിലാകും. 159 പെർ മീറ്ററിലാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കലങ്കാരിയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം. ഇങ്ങനെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. 159 പെർ മീറ്ററിലാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ചിക്കു ഷെയ്ഡിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിനകത്ത് തന്നെ രണ്ട് തരം ഫാബ്രിക് വരുന്നുണ്ട്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതും ഉണ്ട്. ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ളതിനാണ് സോഫ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷെ എല്ലാം തന്നെ കലങ്കാരി ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അതിനകത്ത് പോകുന്ന കളറോ അല്ലെങ്കിൽ ആ ഒരു പ്രിൻ്റൊക്കെ വരുമ്പോൾ വരുന്ന ചേഞ്ചാണ് നമുക്ക് തിക്നെസ്സിന് വ്യത്യാസം തോന്നുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിൻ്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡിൽ ബ്ലൂവും ബ്രിക്ക് റെഡും ഗ്രീനുമായിട്ടുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡിമാൻഡുള്ള ഒരു ഡിസൈനാണ്. ഞാൻ പ്രൊഡക്റ്റ് ഒന്നും അറിയാതെ പറഞ്ഞു പോയതാണ്. ഒരു ചെക്ക് ഡിസൈനകത്താണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചെക്ക് പാറ്റേണിലുള്ള ഡിസൈൻസ്. ഒരു വെറൈറ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് കലങ്കാരിയിൽ തന്നെ. 159 പെർ മീറ്ററാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് യെല്ലോയും റെഡും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ്. ഇതുവരെയും നമ്മൾ കാണാത്തൊരു പ്രിൻ്റാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെ ലാസ്റ്റ് ബാച്ചിലുള്ള ആ ഒരു വീഡിയോയിൽ പോലും ഈ ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. 159 പെർ മീറ്ററിലാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് ലാസ്റ്റ് കാണാൻ പോകുന്നത് ഗ്രീൻ കളറിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അധികം തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലായിരുന്നു നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരുന്നത്. എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ. കലങ്കാരിയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ കലങ്കാരി പ്രിൻ്റ് വീഡിയോ ഔട്ടാണ് സെയിം ഡേയിൽ തന്നെ എല്ലാം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാറുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുത്തതിൽ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നതിലും നൽകുന്ന സപ്പോർട്ടിലും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ക്ലോസ് വ്യൂവിൽ ഒന്ന് കാണാം. ക്ലോസ് വ്യൂവിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. അപ്പം നമ്മളിന്ന് കണ്ട ഫാബ്രിക് എല്ലാം തന്നെ വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 159 പെർ മീറ്ററിലുള്ള കലങ്കാരി ഫാബ്രിക് ആണ്. നമുക്കിതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ട് ആകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്
പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാൽ, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്കാവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.